നമസ്കാരം. ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ അധ്യക്ഷനായി 45-കാരനായ നിതിൻ നബിൻ സ്ഥാനമേറ്റു. ബിജെപിയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അധ്യക്ഷനാണ് നിതിൻ നബിൻ. ജെ.പി. നദ്ദയുടെ കാലാവധി പൂർത്തിയായതിനെ തുടർന്ന് വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനത്തു നിന്നാണ് അദ്ദേഹം പാർട്ടി തലപ്പത്തേക്ക് എത്തുന്നത്. പാർട്ടിയുടെ 12ാമത് ദേശീയ അധ്യക്ഷനാണ് നിതിൻ. ഡൽഹിയിലെ പാർട്ടി ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തെ ഹാരമണിയിച്ച് സ്വീകരിച്ചു. കേന്ദ്രമന്ത്രിമാരായ അമിത് ഷാ, രാജ്നാഥ് സിംഗ്, മുൻ അധ്യക്ഷൻ ജെ.പി. നദ്ദ തുടങ്ങിയ മുതിർന്ന നേതാക്കളുടെ സാന്നിധ്യത്തിലായിരുന്നു അധികാര കൈമാറ്റം. സംഘടനാ തലപ്പത്ത് വലിയൊരു തലമുറ മാറ്റത്തിനാണ് ഇതോടെ ബിജെപി സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. ജെ.പി. നദ്ദയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് മുതൽ പാർലമെന്റ് വരെ ബിജെപി കൈവരിച്ച നേട്ടങ്ങളെ പ്രധാനമന്ത്രി പ്രസംഗത്തിൽ പ്രശംസിച്ചു. പുതിയ അധ്യക്ഷൻ നിതിൻ നബിൻ പാർട്ടിയെ കൂടുതൽ ഉയരങ്ങളിലേക്ക് നയിക്കുമെന്ന് അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: നിതിൻ നബിൻ ബിജെപിയിലെ എല്ലാ പ്രവർത്തകരുടെയും അധ്യക്ഷനാണ്. വരാനിരിക്കുന്ന 25 വർഷം രാജ്യത്തിന് വളരെ നിർണായകമാണ്. വികസിത ഭാരതത്തിലേക്കുള്ള യാത്രയിൽ പാർട്ടിയെ സജ്ജമാക്കാൻ അദ്ദേഹത്തിന് സാധിക്കും. പാർട്ടിയുടെ കാര്യം വരുമ്പോൾ നിതിൻ നബീനാണ് ബോസ്. ഞാനൊരു പാർട്ടി പ്രവർത്തകനാണ്. ഇന്ത്യയിൽ വലിയ സാമ്പത്തിക, സാമൂഹിക, സാങ്കേതിക പരിവർത്തനങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച തലമുറയിൽപ്പെട്ടയാളാണ് അദ്ദേഹം. കുട്ടിക്കാലത്ത് റേഡിയോയിൽ നിന്ന് വിവരങ്ങൾ സ്വീകരിച്ച തലമുറയിൽപ്പെട്ടയാളാണ് അദ്ദേഹം. ഇപ്പോൾ AI-യുടെ സജീവ ഉപയോക്താവാണ്. യുവത്വത്തിന്റെ ഊർജ്ജവും സംഘടനാ പ്രവർത്തനങ്ങളിൽ വിപുലമായ പരിചയവും ജിതിനുണ്ട്. ഇത് നമ്മുടെ പാർട്ടിയിലെ ഓരോ പ്രവർത്തകനും വളരെ ഗുണം ചെയ്യും. ബിജെപി ഒരു സംസ്കാരമാണ്. ഒരു കുടുംബം എന്ന പോലെയാണ് ബിജെപിയുടെ പ്രവർത്തനം. ജനങ്ങളുടെ സേവയാണ് പ്രധാനം. ഇതുകൊണ്ടാണ് ബിജെപിയിൽ ജനങ്ങൾക്ക് വിശ്വാസമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഊർജ്ജസ്വലനും യുവാവുമായ അധ്യക്ഷനാണ് ബിജെപിക്കെന്ന് മുൻ അധ്യക്ഷൻ ജെ.പി. നദ്ദ പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്തെ വിജയം പരാമർശിച്ച നദ്ദ ബിജെപി വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ കേരളത്തിലടക്കം വലിയ ശക്തിയാകുമെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട്. യുവ നേതൃത്വത്തെ മുൻനിർത്തി വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളെയും പൊതു തെരഞ്ഞെടുപ്പിനെയും നേരിടാനാണ് ബിജെപിയുടെ നീക്കം. ബീഹാറിൽ നിന്നുള്ള നേതാവായ നിതിൻ നബീൻ നേരത്തെ ഛത്തീസ്ഗഡിന്റെ പാർട്ടി ചുമതലയുള്ള നേതാവായും മന്ത്രിയായും പ്രവർത്തിച്ചിട്ടുണ്ട്. പ്രവർത്തന പരിചയവും യുവത്വത്തിന്റെ ആവേശവും ഒരുപോലെ ഒത്തുചേരുന്ന നിതിൻ നബീനിലൂടെ സംഘടനാ സംവിധാനം കൂടുതൽ ശക്തമാക്കാമെന്നാണ് ബിജെപി കണക്കുകൂട്ടുന്നത്. അധികാരം ഏറ്റെടുത്തതിനു ശേഷം പാർട്ടി പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത നിതിൻ തന്നിൽ അർപ്പിച്ച വിശ്വാസത്തിന് നന്ദി അറിയിക്കുകയും വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിനായി അഹോരാത്രം പണിയെടുക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഭാരതീയ ജനതാ പാർട്ടിയുടെ 12ാമത് ദേശീയ അധ്യക്ഷനായി ചുമതലയേറ്റ നിതിൻ നബീൻ പാർട്ടിയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അധ്യക്ഷനാണ്. 1980 മെയ് 23-ന് ബീഹാറിലെ പാറ്റ്നയിൽ ഒരു പ്രമുഖ രാഷ്ട്രീയ കുടുംബത്തിലാണ് അദ്ദേഹത്തിന്റെ ജനനം. മുതിർന്ന ബിജെപി നേതാവും മുൻ MLA-യുമായിരുന്ന നബിൻ കിഷോർ പ്രസാദ് സിൻഹയുടെ മകനായ നിതിൻ പിതാവിന്റെ പാത പിന്തുടർന്ന് ഭാരതീയ ജനതാ യുവമോർച്ചയിലൂടെയാണ് രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ചത്. യുവമോർച്ചയുടെ ബീഹാർ സംസ്ഥാന അധ്യക്ഷനായും ദേശീയ ജനറൽ സെക്രട്ടറിയും പ്രവർത്തിച്ച അദ്ദേഹം വളരെ വേഗത്തിൽ തന്നെ പാർട്ടിയുടെ മുൻനിരയിലേക്ക് ഉയർന്നു. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ പരാജയം അറിയാത്ത നേതാവായാണ് നിതിൻ നബീൻ അറിയപ്പെടുന്നത്. 2006-ൽ തന്റെ പിതാവിന്റെ വിയോഗത്തെ തുടർന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ പാറ്റ്ന വെസ്റ്റ് മണ്ഡലത്തിൽ നിന്നും ആദ്യമായി നിയമസഭയിലെത്തി. തുടർന്ന് ബങ്കിപ്പൂർ മണ്ഡലത്തിൽ നിന്നും തുടർച്ചയായി 5 തവണ അദ്ദേഹം നിയമസഭയിലേക്കും തെരഞ്ഞെടുക്കപ്പെട്ടു. ബീഹാർ സർക്കാരിൽ റോഡ് നിർമ്മാണ വകുപ്പ്, നഗരവികസന വകുപ്പ് തുടങ്ങിയ സുപ്രധാന വകുപ്പുകൾ കൈകാര്യം ചെയ്ത മികച്ച ഭരണാധികാരി കൂടിയാണ് അദ്ദേഹം. 2023-ലെ ഛത്തീസ്ഗഡ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിയുടെ വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ച തന്ത്രജ്ഞരിൽ ഒരാളായിരുന്നു നിതിൻ. സംഘടനാ പാഠവും യുവത്വത്തിന്റെ ആവേശവും ഒത്തുചേരുന്ന നേതാവെന്ന നിലയിലാണ് ജെ.പി. നദ്ദയുടെ പിൻഗാമിയായി നിതിൻ നബിനെ പാർട്ടി തെരഞ്ഞെടുത്തത്.